മഴതോരും മുമ്പേ. 2600ഓളം പേജുകളുള്ള ഈ നോവലിൻ്റെ ആദ്യ ഭാഗമാണ് ഇവിടെ പ്രസിദ്ധീകൃതമാകുന്നത്. നിങ്ങൾക്കറിയാം, ഈ നോവൽ എഴുതിയത് പ്രിയങ്കരനായ മലയാളികളുടെയൊക്കെ പ്രിയപ്പെട്ട ജനപ്രിയ നോവലിസ്റ്റ് ശ്രീ ജോയ്സിയാണ്. ഒരു പ്രസാധകനെ സംബന്ധിച്ചോളം ഒരു പുസ്തകം ഇറങ്ങിയിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞ ശേഷം, അല്ലെങ്കിൽ ഈ പുസ്തകം നല്ലതാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സ്വീകരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ പുസ്തകം 2006 സെപ്റ്റംബർ മുതൽ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ നോവല് ഒന്നാമത്തെ ലക്കം മുതൽ അതിൻ്റെ തീരുന്ന 5 വർഷം തീരുന്നവരെ തുടർച്ചയായിട്ട് ഈ നോവല് വായിച്ച ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, ജോയ്സ് ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് മലയാളത്തിൽ ഇപ്പോൾ ഡോൺ ബുക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 40ഓളം നോവലുകളും 25-ലേറെ നോവലറ്റുകളും ഡോൺ ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇനിയുള്ള 1-2 പുതിയ പുസ്തകങ്ങളും ഈ മഴതോരും മുമ്പേ അടക്കമുള്ള പുസ്തകങ്ങളും ജോയ്സ് ചേട്ടൻ്റെ ഡോൺ ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഹാർഡ് കോർ ഫാനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും വായിച്ചിട്ട് ആ പുസ്തകങ്ങളുടെ കഥാസന്ദർഭങ്ങളിൽ വിഷമിക്കുകയും ആ കഥകളിലൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കരയുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനെ. കേൾക്കുന്നവർക്ക് വിചാരിക്കും ഇവനൊരു പൈങ്കിളിയാണെന്ന്. അതങ്ങനെയല്ല. ഈ എഴുതുന്ന ആൾ ഈ അവസ്ഥയിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അത്രയേറെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊരു വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുന്ന കാഴ്ചകളിൽ ജോയ്സി എഴുതിയ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ നമുക്ക് ചുറ്റും ജീവിക്കുന്നവരാണെന്ന് തോന്നും. അത് AI ക്രിയേഷനിൽ ഉണ്ടാക്കുന്ന കഥയല്ല, മറ്റാരും പറഞ്ഞു തരുന്ന വേറൊരു കഥയിൽ നിന്ന് ചെയ്യുന്നതല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ചില കഥാസന്ദർഭങ്ങളിലൂടെ കടന്നു വന്ന്, വാർത്തകളിലൂടെ കടന്നു വന്ന്, പല വാർത്തകൾക്കകത്തു നിന്ന് ശേഖരിക്കുന്ന കഥകൾ അസാധാരണമായ ഒരു രചനാ വൈഭവത്തോടു കൂടി മലയാളികൾക്ക് ഇത് ചെയ്യും. ഇദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 20 ലക്ഷത്തിലേറെ കോപ്പികളുള്ള മലയാള മനോരമ ആഴ്ചപ്പതിന് 20 ലക്ഷത്തിലേറെ കോപ്പികളുണ്ട്. 20 ലക്ഷം കോപ്പികളിൽ ഈ പുസ്തകം വരുമ്പോൾ ഒരു വാരിക ഒരു 5 പേര് വായിക്കുന്ന പറഞ്ഞാൽ 1 കോടി ആളുകൾ ഒരാഴ്ച ഇത് വായിക്കുന്നുണ്ടെന്നായിരുന്നു. അതിനുശേഷം അത് പറഞ്ഞ് ഈ മഴതോരും മുമ്പേ പ്രസിദ്ധീകരിക്കാനായിട്ട് ഒരു വലിയ ധൈര്യമായിരുന്നു. അത് ഞാനും ചേട്ടനോട് പലവട്ടം പറഞ്ഞപ്പോഴും ഇതെങ്ങനെ ഈ 2600 പേജുള്ള ഒരു പുസ്തകം ആര് സ്വീകരിക്കും എന്നൊക്കെ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഒരു പരസ്യം വന്നപ്പോഴത്തേന് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ, വിദേശത്തു നിന്നുമൊക്കെ പല സ്ഥലം, എന്നാ ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഒരു ബിജു എന്ന് പറഞ്ഞൊരു സുഹൃത്ത് എനിക്ക് 3000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് അടച്ച് പറഞ്ഞു, ഈ പൈസ അവിടെ ഇരുന്നോട്ടെ, ഇത് പ്രസിദ്ധീകരിക്കുമ്പം ബാക്കിയുണ്ടെങ്കിൽ തന്നാൽ മതി. അത്രയും പൈസ ആവത്തില്ല, പക്ഷെ ബാക്കിയുണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ആദ്യം ബുക്കിംഗ് ചെയ്തത്. അങ്ങനെ അത്രമേൽ ഹൃദയസ്ഥമായി ആളുകൾ സ്വീകരിച്ച ഈ നോവൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു സീരിയലായിട്ട് വരികയാണ്. ആ സീരിയലിൽ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളൊരായിട്ടുള്ള വൈജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സായികുമാർ എൻ്റെ മകൾ വൈഷ്ണവി ഈ ചടങ്ങിൽ വരേണ്ടതായിരുന്നു. അവർ ഓൺ ദ വേ ആണ്. നമ്മുടെ ബ്ലോക്കിൽപ്പെട്ട് അവർ ഇങ്ങനെ വഴി ബുദ്ധിമുട്ടുകയാണ്. ഇടയ്ക്ക് വരികയാണെങ്കിൽ ഇതിൽ വന്ന് ജോയിൻ ചെയ്യും. ഇല്ലെങ്കിലും വൈകുന്നേരം 4:30 തൊട്ട് 5 വരെ ശ്രീ ജോയ്സിയും വൈഷ്ണവിയായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ സ്റ്റേജ് 6 നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ അദ്ദേഹത്തിൻ്റെ നോവൽ വഴികളെക്കുറിച്ചും അതിൻ്റെ രചനകളെക്കുറിച്ചുമൊക്കെ അവർ സംസാരിക്കുന്ന ഒരു ഇൻട്രാക്ഷൻ 1/2 മണിക്കൂറുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഡോൺ ബുക്സിനെ മാത്രമല്ല, ഇത്തരം നോവലുകൾ ഇഷ്ടപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. വളരെ സാധാരണക്കാരായ മനുഷ്യർ, ഭയങ്കര ബുദ്ധിജീവികളൊന്നുമല്ല, വളരെ സാധാരണക്കാരായ മനുഷ്യർ. അവർക്കൊക്കെ അദ്ദേഹത്തെ ജീവനാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ ജീവനാണ്. അദ്ദേഹം എഴുതിയ ഓരോ നോവലിലെയും കഥാപാത്രങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതല്ലാതെ പല നോവലുകളിലും അദ്ദേഹത്തിൻ്റെ ഞാൻ പ്രസിദ്ധീകരിച്ചതും പുറത്ത് പ്രസിദ്ധീകരിച്ചുമായിട്ടുള്ള എല്ലാ നോവലുകളിലും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് ഹൃദയസ്ഥമാണ്. അതോടൊപ്പം തന്നെ ഈ മഴതോരും മുമ്പേ എന്ന നോവലിലെയും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഈ വായിച്ചവർ തന്നെയാണ് ഈ പുസ്തകം വാങ്ങുന്നത്. അല്ലാതെ
ഈ വായിക്കാതെ വാങ്ങുന്നവരല്ല. അതാണ് ഒരു നോവലിസ്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഒരു നോവൽ വായിച്ച ശേഷം പിന്നീട് ആ നോവൽ വായിക്കുമ്പോൾ മടുപ്പില്ലാതെ വായിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു എഴുത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു നോവൽ വായിച്ച് ഒരാഴ്ച കൊണ്ട് വായിച്ചിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് വായിക്കണമെന്ന് തോന്നുന്ന പല അവാർഡ് നോവലുകളും നമ്മുടെ ഇവിടെ ആവശ്യമില്ലാത്ത തള്ളലോടുകൂടി വരുന്നുണ്ട്. അതേസമയം ജോയ്സിയുടെ വിജയം എന്ന് പറയുന്നത് വായനക്കാരുടെ അവരുടെ മെർമറിങ് ആണ്. അവർ തമ്മിൽ പറയുന്നത് കൂടിയിലാണ് അദ്ദേഹത്തിന് നോവൽ വിജയിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ഡോക്ടർ എൻ ജയരാജ് സാറാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ശ്രീ ജോയ്സിക്ക് കാനം വിജയ സാറിൻ്റെ പേരിലുള്ള അവാർഡ് വാങ്ങാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആൾ ജോയ്സ് ചേട്ടനാണ്. ജോയ്സ് ചേട്ടന് അവാർഡ് സമർപ്പിച്ചത് ജയരാജ് സാറാണ്. ജയരാജ് സാറ് പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. നിയമസഭ പുസ്തകോത്സവം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സാമാജികനാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ ഇവിടുന്ന് വാങ്ങിയ പുസ്തകം ഉപയോഗിച്ച് അദ്ദേഹം ഒരു കുട്ടികളുടെ ലൈബ്രറി വരെ സ്ഥാപിച്ചിട്ടുണ്ട്. പലപ്പോഴും ആരെങ്കിലുമൊക്കെ വന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ജയരാജ് സാറ് അദ്ദേഹം തന്നെ നേരിട്ട് ഈ സ്റ്റാളുകളിലൊക്കെ പോയി പുസ്തകങ്ങൾ സെലക്ട് ചെയ്താണ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ ശേഖരിച്ചത്. അത് പൂർണ്ണ രീതിയിൽ സക്സസ് ആയില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വന്ന് അത് പുസ്തകങ്ങൾ എടുക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ജയരാജ് സാറിനെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ എച്ച് ജനാർദ്ദനാണ്. അദ്ദേഹം നമുക്കറിയാം മികച്ച സംവിധായകനാണ്. മോഹൻലാലിൻ്റെ മഹാസമുദ്രം പോലെയുള്ള ധാരാളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ഡോക്ടർ എസ് ജനാർദ്ദനൻ. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു. നമുക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയങ്കരനായ ഡോക്ടർ എസ് ജനാർദ്ദനൻ ഈ പുസ്തകം ഏറ്റുവാങ്ങും. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവി ഇവിടെ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിൽ അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ താരം ജോയ്സ് ചേട്ടനാണ്. ജോയ്സ് ചേട്ടനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് സംസാരിച്ചു. അപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ചേട്ടൻ തന്നെയാണ്, അത്രയും സ്നേഹമാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഹൃദയബന്ധമുണ്ട്. ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എത്രയോ കാലങ്ങളായിട്ട് ഈ 40 പതിറ്റാണ്ടോളം മലയാളികളെ വായനയുടെ വിസ്മയ ലോകത്തേക്ക് കൊണ്ടുപോയ പ്രിയങ്കരനായ ജോയ്സ് ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമുക്ക് പുസ്തക പ്രകാശനമാണ്. പുസ്തകം മഴതോരും മുമ്പേ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നോവൽ ഈ 4ാം സീസണിൽ ഇവിടെ പ്രകാശിതമാകുകയാണ്. അത് പ്രകാശിപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ജയരാജ് സാറിനോട് അഭ്യർത്ഥിക്കുന്നു. അത് ഏറ്റുവാങ്ങാൻ ഡോക്ടർ എസ് ജനാർദ്ദനൻ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മഴ തീരും മുൻപേ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട, വ്യക്തിപരമായി ഞങ്ങൾ ഒരുപാട് അടുപ്പമുള്ള സ്നേഹിതരാണ്, ശ്രീ ജോയ്സി അവറുകൾ, പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ ജനാർദ്ദൻ അവറുകൾ, ഈ പുസ്തകം നമ്മൾ എത്തിച്ചത് ഡോൺ ബുക്സാണ്. ഡോൺ ബുക്സിൻ്റെ പ്രിയപ്പെട്ട അനിൽ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട കേരള സർവകലാശാലയുടെ എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കൂടിയായ പ്രിയപ്പെട്ട ഡോക്ടർ ബാബു സാർ വിട്ടിട്ടുണ്ട്. അടുത്ത പുസ്തകം പ്രകാശനം ചെയ്യുന്ന പ്രദീപ് ഉൾപ്പെടെ നമ്മുടെ എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹം രാവിലെ തൊട്ട് നമ്മളോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട ഹരി, മറ്റ് ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയപ്പെട്ടവർ. സി വി നിർമ്മലയ്ക്ക് പ്രണയലേഖനം കൊടുത്ത ഒരു കഥയുണ്ട്. ഒരുപാട് ആളുകൾക്കൊരു കാലഘട്ടത്തിൽ അബദ്ധം പറ്റിയതാണ്. സി വി നിർമ്മല എന്ന എഴുത്തുകാരി കേരളത്തിലെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ അന്ന് മനോഹരമായി കഥ എഴുതുന്നൊരു കാലമാണ്. കഥ വായിച്ച് ആ എഴുത്തുകാരിയുള്ള പ്രണയം കൊണ്ട് ഒരുപാട് ആളുകൾ പ്രണയലേഖനം വായിച്ചു. പക്ഷേ പ്രണയലേഖനം വായിച്ച് ചിരിച്ച ഒരാൾ കേരളത്തിലുണ്ട്. അത് ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ജോസിയാണ്.
ഒരുപക്ഷെ അദ്ദേഹത്തെ എത്രമാത്രം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കേരളത്തിൽ CV നിർമ്മല എന്ന പേരിൽ, പിന്നീട് ജോസി വാകമറ്റം എന്ന പേരിൽ ഒരേ സമയത്താണ് കേരളത്തിലെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ. പിന്നെ ജോസി ജൂനിയർ എന്ന പേരിൽ, പിന്നെ ജോസി എന്ന പേരിൽ ഒരേ കാലഘട്ടത്തിൽ തന്നെ മലയാളത്തിലെ പ്രമുഖമായ വാരികകളിൽ മലയാളിയെ ത്രസിപ്പിച്ചൊരു എഴുത്തുകാരനാണ് അദ്ദേഹം. ഞാൻ എൻ്റെ നാടിൽ ഒരു തീപ്പെട്ടി കമ്പനിയുണ്ട്, മാച്ച് ഫാക്ടറി. ഏതാണ്ട് 100-500ഓളം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു മാച്ച് ഫാക്ടറിയാണ്. അപ്പം അന്ന് മനോരമ വരുന്ന സമയത്ത് അവിടെ ഭയങ്കര തിക്കും തിരക്കുമാണ്. വേറൊന്നിനുമല്ല, ജോസിയുടെ കഥകൾ വായിക്കാൻ വേണ്ടി കേരളത്തിലെ ആദ്യത്തെ സാക്ഷരത ജില്ലയായ കോട്ടയത്ത് നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷേ കോട്ടയത്തെ സാക്ഷരത ജില്ലയിൽ കോട്ടയംകാരെ സാക്ഷരരാക്കിയതിലെ പ്രധാനപ്പെട്ട പങ്ക് യഥാർത്ഥത്തിൽ ജോസി വാകമറ്റത്തിനും കാനം വിജയ്ക്കും മുട്ടത്ത് പേർക്ക് ഉൾപ്പെടുന്ന ഒരു വലിയ തലമുറയ്ക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വായനയിലേക്ക് അവരെ കൊണ്ടുപോയത് വലിയ ഘനമുള്ള ഒരു വായനയ്ക്കപ്പുറത്ത് സാധാരണക്കാരൻ്റെ വായനയിലേക്ക് അവരെ എത്തിച്ചത് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആ സീരിയലിൽ ഇപ്പോൾ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആയിട്ട് ഒരുപക്ഷെ ഒരു നെഗറ്റീവ് ക്യാരക്ടറുണ്ട് അതില്ലേ. ആ നെഗറ്റീവ് ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്നത് സായികുമാറിൻ്റെ പ്രിയപ്പെട്ട പുത്രിയാണ്. ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ജോസി വാകമറ്റത്തിൻ്റെ ഈ ഒരു രചനയുടെ ഒരു വലിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ അന്ന് നമ്മളെ ത്രസിപ്പിച്ചൊരു എഴുത്തുകാരനാണ് വായന കൊണ്ട്. ഒരിക്കലും അടുത്ത ലക്കം എന്താണ് എന്ന് കാത്തിരിക്കുന്നൊരവസ്ഥ. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയോട് പറയുകയാണ്. ഇത് മലയാള മനോരമ വരുന്ന കാലത്തിൻ്റെ പ്രൂഫിങ് നടക്കുന്ന സമയത്ത്, കാരണം അടുത്ത ലക്കം അടിക്കാൻ വേണ്ടിയുള്ള പ്രൂഫിങ് നടക്കുമ്പോൾ മനോരമയിലെ ജീവനക്കാർ ഈ എഡിറ്റ് അവിടെ വരും പ്രൂഫിങ്ങിൻ്റെ അവിടെ. എന്തിനാണെന്നറിയാമോ? ഇത് പ്രിൻ്റ് ചെയ്ത് പുറത്ത് പോകുന്നതിന് മുമ്പ് എന്താണ് അടുത്ത ലക്കം എന്നറിയാൻ വേണ്ടി വായിക്കാൻ വേണ്ടി കാത്തു നിന്നൊരു കഥ ഞാൻ കോട്ടയത്തെ പരിസരങ്ങളിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെ എഡിറ്റർമാരും പ്രൂഫ് റീഡർമാരും ഒക്കെ തന്നെ ജോസി വാകമറ്റത്തിൻ്റെ കഥ പുറത്ത് വരുന്നതിന് വായിച്ചിട്ടുള്ള കേരളത്തിലെ ഒരു എഴുത്തുകാരൻ ഒരു പക്ഷേ അദ്ദേഹം മാത്രമേ കാണൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു പക്ഷേ അല്ലാത്തത് കാണും. പക്ഷെ ആ രീതിയിൽ മലയാളിയുടെ മനസ്സിലെപ്പോഴും ചേക്കേറിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനിൽ ഇവിടെ സൂചിപ്പിച്ചു 2500 പേജോളം വരും, 2600 പേജോളം വരുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ പുസ്തകമായ അവകാശിക്ക് തുല്യമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ 1ാം ഭാഗം മാത്രമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത്. ഇത് 3 വോളിയമായിട്ടാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ വിപുലമായൊരു വായനയുടെ ഏടാണ് സത്യത്തിൽ. ഇതിൻ്റെ കഥയുടെ ഒരു പശ്ചാത്തലം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ കഥ എഴുതാനുണ്ടായൊരു സാഹചര്യം, ഇത് ഒരു ദിവസത്തെ ഒരു പത്രവാർത്തയാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു വ്യക്തി ഒരു ദിവസം അപ്രത്യക്ഷനാകും. ഇതാണ് കഥയുടെ തുടക്കം. ഈ വാർത്ത ജോസിയുടെ മനസ്സിൽ അദ്ദേഹം ഈ വാർത്ത വായിച്ച ശേഷം പിന്നീടാണ് അദ്ദേഹം ഈ കഥയിലേക്ക് എവിടെ നിന്ന് കഥ തന്തു രൂപപ്പെടുകയാണ്. പക്ഷേ കഥയിൽ നിങ്ങൾക്കറിയാം, ബ്രിജിത്താമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തെ അദ്ദേഹം ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടാണ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥ പിന്നീട് ഡെവലപ്പ് ചെയ്ത് പോകുന്നതും. അലീന എന്ന ആ ക്യാരക്ടറിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ആളാണ് വേദിയിലിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സീരിയലിൽ കേട്ടോ, ആ ക്യാരക്ടറുമായി സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാതെ പോയ ഒരമ്മയുടെ ആത്മദുഃഖങ്ങളാണ്. പിന്നെ ഞാൻ കഥയുടെ ദിശാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു കഥ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ കാനവിജയുടെ കാര്യം പറഞ്ഞു. കാനവിജയും മുട്ടത്ത് പെറുക്കിയും യഥാർത്ഥത്തിൽ മലയാളിയെ വായന പഠിപ്പിച്ച ആളുകളാണ്. ഞങ്ങളുടെ നാട്ടിൽ അവരുടെ രണ്ടുപേരുടെയും കഥയുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീട് അതിൻ്റെ രണ്ടുപേരുടെ വീടിന് ഇടയിലാണ്. അപ്പോൾ സത്യത്തിൽ അവർ രണ്ടുപേരും പറഞ്ഞു വെച്ചതെല്ലാം അവിടുത്തെ ജീവിതം, മധ്യ തിരുവിതാംകൂറിലെ സാധാരണ മനുഷ്യരുടെ ഒരു മധ്യവർഗ വിഭാഗത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണ് അവരെല്ലാം പറഞ്ഞു വെച്ചത്. സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പാറേപ്പള്ളിയും അതിൻ്റെ പരിസരങ്ങളും മുട്ടത്ത് വെക്കയുടെ കഥയിലുണ്ടെങ്കിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലെ മണിമലയാറും അതിൻ്റെ പരിസരങ്ങളും എല്ലാമാണ് കാനവീജയുടെ പുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട വേദികളായിട്ട് മാറിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഇവരെല്ലാം എഴുതുന്നത് ഒരുപക്ഷെ മലയോര മേഖലയിലെ സാധാരണ കൃഷിക്കാരുടെ
അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ എഴുത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഈ പുസ്തകം ഇറങ്ങുന്നത് 70കളുടെ ഒരു കാലഘട്ടത്തിൽ, അതെ, പുസ്തകം ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ എഴുത്ത് ആരംഭിക്കുന്ന 70കളുടെ കാലഘട്ടം, 80കളുടെ കാലഘട്ടത്തിൽ. അപ്പം അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകങ്ങളൊക്കെ ഈ പുസ്തകമായിട്ടല്ല വായിച്ചിട്ടുള്ളൂ, പക്ഷേ പിന്നീട് നമ്മുടെ വായനയ്ക്കിടയിൽ കടന്നു പോയേക്കാം. പക്ഷേ ഞാനൊരു കാര്യം സത്യസന്ധമായി പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ പലരെയും പിന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു പരിസരത്തിൽ, ഒരു പക്ഷേ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും അത് അനുഭവമാണോ എന്ന് എനിക്കറിയില്ല, നമ്മളൊക്കെ ജീവിക്കുന്ന പരിസരങ്ങളിൽ അവരെയൊക്കെ പലപ്പോഴും കാണാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ഒരു പരിധി വരെ അതിൻ്റെയൊക്കെ ഛായകൾ നന്നായിട്ട് ഒരു പക്ഷേ ആ കഥയുടെ കഥാപാത്രത്തെ എത്ര നന്നായിട്ട് ഉൾക്കൊണ്ട് ഉള്ളൊരു കഥാപാത്രമാണ്. ഒരിക്കൽ ഒരു സംഭാഷണ വേളയിൽ എന്നെ പറഞ്ഞൊരു കാര്യം, ആ കഥാപാത്രങ്ങൾ പലതും കരയുമ്പോഴും ആ കഥാപാത്രങ്ങളെ ഒരു മുറിക്കുള്ളിലിരുന്ന് സൃഷ്ടിക്കുമ്പോഴും ഒക്കെ ഈ എഴുത്തുകാരൻ കരഞ്ഞിട്ടുണ്ട് എന്നുള്ള അനിലിൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്നുള്ള കാര്യം സംശയമില്ല. കാരണം അതങ്ങനെ ഉൾക്കൊണ്ട ഒരു കഥയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം പരിസരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കഥാപാത്രങ്ങളും കഥാരൂപങ്ങളുമാണ് ജോസിയുടെ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഒരു എഴുത്തുകാരൻ ഒരിക്കലും എഴുതാം, പക്ഷേ CV നിർമ്മലയുടെ പേരിൽ അദ്ദേഹം എഴുതുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഒരാൾക്കൊരു ഒരു കഥ എഴുതുമ്പോൾ സ്വാഭാവികമായി തന്നെ ഒരു പുരുഷൻ്റേതായ ഒരു വല്ലാത്ത ഭാഷയ്ക്ക് പോലും ഒരു സ്വല്പം കാർക്കശ്യം വരാം. പക്ഷേ CV നിർമ്മല എഴുതിയപ്പോൾ ജോസി യഥാർത്ഥത്തിൽ CV നിർമ്മല ഒരു സ്ത്രീയിലേക്ക് അദ്ദേഹം അതെന്താ പറയുന്നത്, ഒരു പരകായ പ്രവേശം നടത്തിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ എഴുതാൻ കഴിയും. അങ്ങനെയാണ് വായിച്ച് പലരും ഇതൊരു സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ പ്രേമലേഖനം എഴുതാനുണ്ടായ സാഹചര്യം എന്നുള്ള കാര്യം സംശയമില്ല. എത്രയെണ്ണം കിട്ടിയത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏതായാലും കിട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട, ഞങ്ങൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനെ വളരെ വ്യക്തിപരമായി മലയാള സാഹിത്യത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബൃഹത്തായ ഒരു പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന വേളയിൽ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. ഈ അനിൽ എൻ്റെ കൂടെ ഉള്ള ഒരാളാണ്. ഈ അനിൽ എൻ്റെ കൂടെ വന്നോട്ടെ, എനിക്കാണോ അനിലിനാണോ ഗുണമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, അനിലൊരു ബാലചന്ദ്രമേനോൻ ടൈപ്പാണ്. കാരണം എഡിറ്റിങ്, പ്രിൻറ്റിങ്ങും അതിൻ്റെ ഫ്രണ്ടിലെ കവറും എല്ലാം അനിലിൻ്റെ വകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമാണ് ഈ അനിൽ വേഗ എന്ന എഴുത്തുകാരൻ. വേഗ എന്നാൽ വേഗതയുള്ള നക്ഷത്രമെന്നാണ് അർത്ഥമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നല്ല രീതിയിൽ സ്വന്തമായി പ്രസ്താവന സാരം നടത്തുകയും ജോസി ജോസിയുടെ തന്നെ 45ഓളം പുസ്തകങ്ങൾ, അല്ലേ, 45ഓളം പുസ്തകങ്ങൾ അനിൽ തന്നെയാണ് പ്രകാശനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യാന്തര പുസ്തകമേളയുടെ ഭാഗമായി നടക്കുന്ന ഈ ചടങ്ങിൽ ഇത്തരമൊരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതൊരു ഭാഗ്യമാണ്. ഞാനിന്ന് രാവിലെ മുതൽ ഈ വേദിയിൽ തന്നെയാണ്. ഏതാണ്ട് 6ാമത്തെ പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിൻ്റെ എഴുത്ത് വഴികളിൽ ഒരുപാട് യാത്ര ഇനിയും ചെയ്യട്ടെ. ഒരുപാട് കഥാപാത്രങ്ങളെ മലയാളിക്ക് ഇനിയും പരിചയപ്പെടുത്താൻ കഴിയട്ടെ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയും ജീവിത നന്മയെയും ജീവിതത്തിൻ്റെ സന്ത്രാസങ്ങളെയും ജീവിതത്തിൻ്റെ ആകുലതകളെയും ഒക്കെ തന്നെ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ എന്നുള്ള ഹൃദയപൂർവ്വമായ ആശംസയോടെ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ നമ്മുടെ ഈ പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ഏതാണ്ട് 17 കാര്യങ്ങൾ ചെയ്യുന്നെന്നാണ് അദ്ദേഹത്തിൻ്റെ പറയുന്നത്. നമ്മളതിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കോമ്പയറിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. ഒറ്റയ്ക്ക് ഒരാൾ പ്രസിദ്ധീകരണം നടത്തുമ്പോൾ അങ്ങനെ പലതും ചെയ്യേണ്ടി വരും. സാർ ഏതായാലും അങ്ങനെ ഒരു അംഗീകാരം തന്നതിന് സന്തോഷം. പ്രിയപ്പെട്ടവരെ, അടുത്തത് ഡോക്ടർ എസ് ജനാർദ്ദനൻ സാർ സംസാരിക്കും. വേദിയിലെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ആൾക്കാർ, അതിൽ പ്രാസംഗികനല്ല, ബേസിക്കലി നാടകക്കാരനാണ്, പിന്നെ സീരിയലും സിനിമാക്കാരനും എന്ന് പറയാം. മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള 2ാമത്തെ പുസ്തകം, അതിൻ്റെ വലിപ്പത്തിൽ, അതിൻ്റെ ബൃഹദാകാരത്തിൽ 2ാമത്തെ സ്ഥാനം വഹിക്കുന്ന മഴതോരും മുൻപേ എന്ന് പറയുന്ന പുസ്തകം ഇതുപോലൊരു വേദിയിൽ സ്വീകരിക്കാൻ കഴിഞ്ഞത് ഞാൻ
അതിൽ കൃതജ്ഞനാണ്. അതിൽ ജോയ്സിയോടും അനിലിനോടും ഈ വേദിയോടും ഇതിന് ഉത്തരവാദപ്പെട്ട എല്ലാവരോടും നന്ദി പറയുന്നു. ഇത്രയും വലിയൊരു പുസ്തകം ഇറക്കാൻ ഡോൺ ബുക്സ് കാണിക്കുന്ന ധൈര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നു. കാര്യം ഞാനൊരു 2-3 പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഈ മലയാളത്തിലെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാവ്യ നാടകമുണ്ട്, അന്ധായുഗം എന്ന് പറയും. ധർമ്മവീർ ഭാരതി എന്ന് പറയുന്നൊരു മനുഷ്യൻ എഴുതിയതാണ്, 54 എഴുതിയതാണ്. കാവ്യമാണ്, കാവ്യ നാടകമാണ്. അപ്പോൾ അത് ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഞാൻ പല പ്രസിദ്ധീകരണശാലകളിലും പോയപ്പോൾ അവർ പറഞ്ഞ ഒരു 60,000 രൂപ തൊട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു. എൻ്റെ ആദ്യത്തെ പുസ്തകം DC ബുക്സും രണ്ടാമത്തത് റെയിൻബോ ബുക്സുമാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതൊരു 100-110 പേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും രൂപ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതുപോലെ ബൃഹദാകാരമായിട്ടുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് എന്തുമാത്രം ചിലവാകുമെന്നും അതിന് തയ്യാറാകുന്നൊരു മനസ്സുള്ളതിനും ആദ്യം അനിലിനും അതിനകത്ത് നന്ദി പറയണം തോന്നുന്നു. ഇനി ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം. ഈ മഴതോരും മുൻപേ എന്ന് പറയുന്ന ഇത് ഞാൻ ആഹാരം കഴിക്കുന്നത് ടെലിവിഷൻ സീരിയലുകൾ ചെയ്തിട്ടാണ്. കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഏഷ്യാനെറ്റിലെ വളരെയധികം ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ്. ഈ 2005-06 പ്രസിദ്ധീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 2026 ആകുമ്പോഴും 20 വർഷം കഴിയുമ്പോഴും അനിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ജയരാജ് സാർ പറഞ്ഞതുപോലെ 2 കൈയും നീട്ടി സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹിത്യ കൃതി 20 വർഷങ്ങൾക്ക് ശേഷവും ജനങ്ങൾ, അത് നമ്പർ 1 സീരിയലുകളിലൊന്നാണ്, ഒരു 2ാമത്തെ 3ാമത്തെ സ്ഥാനം അത് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ സവിശേഷത മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോയ്സെ എനിക്ക് ഒരു കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 8-10 വർഷമായിട്ട് അല്ലല്ല, ഒരു 10-15 വർഷമായിട്ട് പരിചയമുള്ള ഒരാളാണ്. ജോയ്സിയുടെ ഒരു കൃതി ഞാൻ ടെലിവിഷനിൽ സീരിയലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയ്സിയുടെ വായനക്കാർക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. ലോറിക്കാരൻ നോബിളിൻ്റെ പാളയം എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിരുന്ന ഒരു നോവലിനെ ഞാൻ ടെലിവിഷൻ സീരീസ് ആക്കിയിട്ടുണ്ട്. അതിലാണ് അനൂപ് മേനോൻ എന്ന് പറയുന്ന നടൻ ആദ്യമായിട്ട് വലിയ വേഷം ചെയ്യുന്നത്. അങ്ങനൊരു ബന്ധമാണ് എനിക്ക് ജോയ്സിയുമായിട്ടുള്ളത്. ഇപ്പോൾ CV നിർമ്മലയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ജോയ്സിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ജോയ്സിയെ വായിക്കുമ്പോഴും എനിക്ക് അത്ഭുതാദരവുകളോടുകൂടി തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ മുമ്പൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ ഒരു അർദ്ധനാരീശ്വര പ്രകൃതമാണ് ജോയ്സിയുടെ എഴുത്തിലെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നാരിയായിട്ടും നരനായിട്ടും അദ്ദേഹത്തിന് എഴുതാൻ കഴിയും. എനിക്ക് ജോയ്സിയെക്കാളും പേഴ്സണലി ഇഷ്ടം ജോസി വാഗമറ്റത്തിനെ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജയരാജ് സാർ പറഞ്ഞതുപോലെ ഈ CV നിർമ്മലയായിട്ട് എഴുതുമ്പോഴും ജോയ്സിയായിട്ട് എഴുതുമ്പോഴും ഈ ജനസാമാന്യത്തിന്, ജനപ്രിയ സാഹിത്യത്തിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു പിടി ആൾക്കാർ, അല്ലെങ്കിൽ കണക്ക് പറഞ്ഞല്ലോ 1 കോടിയിലധികം വായനക്കാരുള്ളൊരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ അനിൽ അതിൻ്റെ ഒരു കണക്ക് സൂചിപ്പിച്ചിരുന്നല്ലോ. അവിടെ 3.5 കോടി ജനം ഉള്ള സ്ഥലത്തിൽ 1 കോടി ജനം ഒരാളുടെ ഒരു പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൗണ്ടബിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾക്കും ഒരുപക്ഷെ ലോലഹൃദയർക്കും ആയിട്ടുള്ള ആൾക്കാർക്ക് സ്വീകാര്യനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ സ്പർശിക്കുന്ന കഥ എഴുതുന്ന അതേ ജോയ്സി തന്നെയാണ് പൗരുഷം നിറഞ്ഞ ഡയലോഗുകളും സംഭാഷണങ്ങളും പൗരുഷം നിറഞ്ഞ കഥാസന്ദർഭങ്ങളുടെ പൗരുഷവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ത്രീത്വം ഒക്കെ വേറൊരു ഡിബേറ്റാണ്. പക്ഷെ ആ രീതിയിലും എഴുതാൻ കഴിയുന്ന ഒരു കൗതുകം നിറഞ്ഞ ഒരു വ്യക്തിത്വം ജോയ്സിക്കുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് സാധാരണ ആൾക്കാർക്കുള്ളതല്ല. ഇപ്പോൾ അദ്ദേഹം മലയാളിയെ സാക്ഷരനാക്കിയതിന് മുട്ടത്ത് വർക്കിയും മാത്യു മറ്റവും ഈ പറഞ്ഞ പോലെ പിന്നെ കാനമീജിയുടെയൊക്കെ കഥ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആൾക്കാരിലെ സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കാൻ, അത് ഒരു ഫെമിനൈൻ മാത്രമല്ല, ഒരു മസ്കുലൈൻ ആയിട്ടുള്ള ഒരു ആരാധനയും അല്ലെങ്കിൽ ഒരു ആവേശവും ഒരു ആകർഷണത്വവും തൻ്റെ കൃതികളിൽ വരുത്താൻ കഴിയുന്ന അപൂർവമായിട്ടുള്ള ഒരു എഴുത്തിൻ്റെ രീതി, എഴുത്തിൻ്റെ ശൈലി ജോയ്സിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇതേപോലെ ബാലൻസ്ഡ് ആയിട്ട് എഴുതുന്ന ആൾക്കാർ തുലവും കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും ചില ഡിച്ചുകളിൽ അല്ലെങ്കിൽ ചില ചാനലുകളിൽ വീണിട്ട് അതിൻ്റെതായിട്ടുള്ള തന്നെ എന്താ പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കുള്ള എഴുത്തുകൾ വരുമ്പോൾ ഇദ്ദേഹം ഇതിന് മാറ്റമായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു സാധനം. പിന്നെ ഈ പറയുന്ന മലയോരം കോട്ടയം എഴുത്തുകാരെന്നൊക്കെ പറയുന്ന കോട്ടയം തമ്പുരാക്കന്മാർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആൾക്കാരുടെ നിന്നും ഒരു 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 തോന്നിയിട്ടുള്ള ഒരു പരിമിതി മലയോരം അല്ലെങ്കിൽ ആ പരിസരങ്ങളിലുള്ളതല്ല. ഈ ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ എടുത്തിട്ടാണ് ജോയ്സി ഈ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ക്ലോക്ക് ടിക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ നിർത്തുന്നുണ്ട്. ഇതുപോലൊരു സന്ദർഭം എനിക്ക് ഉണ്ടാക്കി തരുന്നതിനും ജോയ്സിക്കും അനിലിനും ഈ വേദിക്കും ജയരാജ് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇനി 2 പേര് സംസാരിക്കാനുണ്ട്. ജോസ് ചേട്ടൻ ഇന്ന് വൈകുന്നേരം ഒരു സെഷൻ ഉള്ളതുകൊണ്ട് സംസാരിക്കുന്നില്ലെന്നാണ് പറഞ്ഞാൽ ഒരു വാക്ക് പറയണമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് താരമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് വൈഷ്ണവി, സായികുമാറിൻ്റെ മകള്. അതുപോലെ തന്നെ ഇപ്പം മഴതോരും മുമ്പേ എന്ന സീരിയലിലെ വൈജയന്തി എന്ന ശക്തമായ കഥാപാത്രത്തിന് ഭാവം കൊടുക്കുന്ന അവർ 1-2 വാക്ക് പറയാൻ മടിയാന്നാണ് പറഞ്ഞത്, പക്ഷെ 1-2 വാക്ക് പറയും. വൈജയന്തി സംസാരിക്കട്ടെ. നമസ്കാരം. മടിയെന്നല്ല, എന്താ പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. കാര്യം ഈ ഒരു വേദി അപ്രതീക്ഷിതമായിട്ട് എനിക്ക് വീണ് കിട്ടിയതാണ്. ഞാൻ സാറുമായിട്ടൊരു ഇൻട്രാക്ഷൻ സെക്ഷന് വേണ്ടി മാത്രം വന്നതാണ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് വീണ് കിട്ടിയപ്പോൾ എങ്ങനെ വന്ന് സാറിൻ്റെ ഒപ്പം സ്റ്റേജിൽ പങ്കിടും എന്നുള്ളത് തന്നെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. സാറിൻ്റെ എഴുതിയ കഥാപാത്രങ്ങളിൽ ശക്തമായൊരു കഥാപാത്രമാണ് വൈജയന്തി. ആ ഒരു കഥാപാത്രം എനിക്ക് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ സാറിനോടൊപ്പം ഒരു വേദി എന്ന് പറയുന്നത് വളരെ ബ്ലെസ്സിങ് ആണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഈ വേദിയിൽ എനിക്ക് പങ്കുചേരാൻ സാധിച്ചത്. നന്ദി. വേദിയിലുള്ള ശ്രീ ജയരാജ് സാർ, ഡോക്ടർ എസ് ജനാർദ്ദൻ സാർ, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന എൻ്റെ സുഹൃത്തും പ്രസാധകനുമായ അനിൽ വേഗ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരർ, എല്ലാവർക്കും നമസ്കാരം. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നതിനാൽ ഞാൻ വളരെ സമയം എടുത്ത ഒരു പ്രസംഗമൊന്നും പറയാൻ, കാരണം ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ഒരു വേദിയുടെ പങ്കിടാനുണ്ട്. അത് ഈ കഥയിലെ ഒരു പ്രധാന വേഷം അഭിനയിക്കുന്ന വൈജയന്തി എന്ന കഥാപാത്രത്തിനെ അഭിനയിക്കുന്ന വൈഷ്ണവിയുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതിനു വേണ്ടിയിട്ടുള്ള സമയമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ ഈ മുഹൂർത്തത്തിൽ ഈ പുസ്തക പ്രസാധനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന ഇതിൻ്റെ എല്ലാ പരിപാടികളിലും വളരെ നന്നായിട്ട് സംസാരിക്കുകയും ഈ പ്രകാശനം നിർവഹിക്കുകയും ചെയ്ത ജയരാജ് സാറിനും പുസ്തകം സ്വീകരിച്ച് എന്നെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറഞ്ഞ ശ്രീ ജനാർദ്ദനൻ സാറിനും ഇത്രയും വലിയ ഒരു സംരംഭം, ഈ 2600 പേജ് വരുന്ന ഈ പുസ്തകം പ്രസിദ്ധീകരണത്തിനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ചങ്കൂറ്റം കാണിച്ച, കാരണം 20 വർഷമായിട്ട് ഈ പുസ്തകം ഏറ്റെടുക്കാൻ ആരും തയ്യാറായിട്ടില്ലായിരുന്നു. അപ്പം അത്ര ചങ്കൂറ്റത്തോടു കൂടി അത് ഏറ്റെടുത്ത അനിൽ വേഗയ്ക്കും ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഈ പ്രകാശന ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും, ഈ പ്രകാശന വേളയിൽ ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.